പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമ ഷഹസ. വംശഹത്യ തടയാൻ ഇസ്രായേൽ ബാധ്യസ്ഥം. വെടിനിർത്തലിന് കോടതി നിർദ്ദേശമില്ല. സ്വാഗതം ചെയ്ത് ഹത്യ തടയാൻ ഇസ്രായേൽ ബാധ്യസ്ഥം. വെടിനിർത്തലിന് കോടതി നിർദ്ദേശമില്ല. സ്വാഗതം ചെയ്ത് ഇസ്രായേലും ഫലസ്തീനും. ഏതൻ കപ്പലിൽ ബ്രിട്ടീഷ് നേരെ ഹൂതി തീപിടിച്ച കപ്പലിൽ 22 ഇന്ത്യക്കാർ രക്ഷാസഹായവുമായി കരിപ്പൂർ വഴിയുള്ള യാത്രക്ക് അമിത തുക ആശങ്കയുമായി ഹാജിമാർ. ആശങ്ക ഉടൻ പരിഹരിക്കണം. ഖലീൽ തങ്ങൾ താമരശ്ശേരി ചുരത്തിൽ വലിയ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണം കർശനമാക്കുന്നു. അവധി ദിനങ്ങളിൽ 3 മുതൽ 9 വരെ വാഹനങ്ങൾക്ക് നിയന്ത്രണം. കാരന്തൂർ സ്കൂളിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേളക്ക് തുടക്കമായി. IAME അമിഗോസ് ഫെസ്റ്റോടുകൂടി ശനിയാഴ്ച പരിപാടി ആരംഭിച്ചു. ഇന്ന് വേദിയിൽ GQ ഫെസ്റ്റും നാളെ കിഡ്സ് ഫെസ്റ്റും നടക്കും. ഇന്ന് നടക്കുന്ന GQ ഫെസ്റ്റിൽ ദഫ്, ഖവാലി, നഷീദ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ 100-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. GQ ഫെസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ അറിയാൻ സ്കൂളിൽ നിന്നും സിനാൻ നമ്മളോടൊപ്പം ചേരുന്നു. കേൾക്കാമോ? എന്തൊക്കെയാണ് സാറാ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങൾ? GQ ഫെസ്റ്റ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടി സാഗൂതം വീക്ഷിക്കുന്നതിനായി ആളുകൾ മെംസ് സ്കൂളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ വാഹനം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറിയ തോതിലുള്ള ഗതാഗതം തടസ്സം നേരിടുന്നു. സെക്യൂരിറ്റീസ് ഇടപെട്ട് ഗതാഗതം നിയന്ത്രിക്കുന്നു. ടീച്ചേഴ്സിൻ്റെയും വിദ്യാർത്ഥികളുടെയും ദിവസങ്ങളോളമുള്ള കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ അക്കാദമിക് ഇയറിൽ കുട്ടികൾ ആർജിച്ചെടുത്ത കഴിവുകളുടെ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അമലിനോടൊപ്പം സ്കൂളിൽ നിന്ന് മുഹമ്മദ് സിനാൻ. നന്ദി സിനാൻ. ഇനി തിരിച്ചു വരാം നമുക്ക്. GQ ഗാർഡനിലെ എല്ലാ പ്രോഗ്രാമുകളും വളരെ മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നതായിരുന്നു എന്ന് വൈസ് പ്രിൻസിപ്പൽ റിഫായ് സാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കായികം. സ്കൂളിലെ എല്ലാ സെക്ഷൻ്റെയും കായികമേള സമാപിച്ചു. എല്ലാ മത്സര ഇനങ്ങളിലും കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് കായിക വിഭാഗം അധ്യാപകൻ റനീഷ് മോൻ വ്യക്തമാക്കി. ഇന്നത്തെ കാലാവസ്ഥ. ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ്. ചിലപ്പോൾ മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.